ഭിന്നശേഷിക്കാരനായ സംരംഭകൻ വാടകയ്ക്ക് നൽകിയ കെട്ടിട നിർമ്മാണ സാമഗ്രികൾ അന്യായമായി പിടിച്ചുവച്ചിരിക്കുന്നതായി പരാതി. കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബുവിന്റെ സാമഗ്രികളാണ് ആലപ്പുഴ സ്വദേശി വിട്ടുകൊടുക്കാതിരിക്കുന്നത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് സാബു ആരോപിച്ചു. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാർക്കത്തകിടുകൾ വാടകയ്ക്ക് നൽകുന്ന സംരംഭമാണ് കോട്ടയം പള്ളിക്കത്തോട് സ്വദേശി സാബുവിൻ്റേത്. ഇരു കണ്ണുകൾക്കും കാശുശക്തിയില്ലാത്ത സാബുവിന്റെ ഏക വരുമാന മാർഗം. മാസങ്ങൾക്ക് മുമ്പ് കെട്ടിട നിർമ്മാണ കരാറുകാരൻ 9 ലക്ഷം രൂപയോളം വില വരുന്ന തകിടുകൾ വാടകയ്ക്കെടുത്തു. ആലപ്പുഴ സ്വദേശിയുടെ വീട് നിർമ്മാണത്തിനായാണ് സാധനങ്ങൾ കൊണ്ടുപോയത്. എന്നാൽ വീട് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും തകിടുകൾ സാബുവിന് മടക്കി നൽകിയിട്ടില്ല. കരാറുകാരനും വീട്ടുടമസ്ഥനും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് സാമഗ്രികൾ ഉടമസ്ഥൻ പിടിച്ചുവച്ചിരിക്കുകയാണ്. കരാറുകാരനും വീട്ടുടമസ്ഥനും സാബുവിനെ കൈയൊഴിഞ്ഞു. മണ്ണഞ്ചേരി പോലീസിനെയും ആലപ്പുഴ SP-യെയും സമീപിച്ചിട്ടും ഫലമുണ്ടായിട്ടില്ല. ഞാൻ അവരുടെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഞാൻ ഇതിനകത്ത് കക്ഷിയല്ല. നമ്മൾ ഈ സാധനം വാടകയ്ക്ക് കൊടുക്കുന്നു, വാടക മേടിച്ചുകൊണ്ട് പോകും. നമ്മൾ കഴിഞ്ഞ 16 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അവർ തമ്മിൽ എന്ത് തർക്കമായിക്കോട്ടെ, അതിനെ എന്നെ കക്ഷിയാക്കോ എൻ്റെ സാധനം തടഞ്ഞു വെക്കാനോ പാടില്ല. അപ്പോൾ ഞാൻ ഈ 2 കക്ഷികളെയും ചേർത്തിട്ടാണ് സ്റ്റേഷനിൽ പരാതി. ഒരാളെ മാത്രമായിട്ട് നമ്മളിത് കൊടുത്തിട്ടേ ഇല്ല. 2 പേരെയും വിളിപ്പിച്ച് അവർ തമ്മിലുള്ള പ്രശ്നം സാറേ ഇവിടെ മധ്യസ്ഥ പറഞ്ഞു തീർത്ത് എൻ്റെ സാധനം എനിക്ക് വിട്ടു തരണം, അങ്ങനെ മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ പോലീസ് അതിനൊന്നും കൂട്ടാക്കുന്നില്ല. നമുക്കത് പോലീസ് ഒരു മധ്യസ്ഥം പറയാൻ ഒരാൾ വേണമല്ലോ. ഞങ്ങൾ അവിടെ ഈ സാധനം അന്വേഷിച്ച് തന്നാൽ അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീട്ടുടമസ്ഥന്റെ സ്വാധീന ഫലമായാണ് പോലീസ് നടപടിയെടുക്കാത്തതെന്ന് സാബു ആരോപിക്കുന്നു. സംഭവത്തിൽ വീട്ടുടമസ്ഥനും കരാറുകാരനും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും സാബു പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോട്ടയം.